ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കല്ലേക്കാട് ഹൈവേ സൈഡിൽ തന്നെയുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. 2.25 സെൻറ്റ് സ്ഥലം, 1900 സ്ക്വയർ ഫീറ്റിൽ വീട്. ഇതാണ് പ്രോപ്പർട്ടി. ഓക്കെ, ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും മെയിൻ ഹൈവേ ബസ് റൂട്ട് പോകുന്നത്. ഇതാണ് പ്രോപ്പർട്ടി. 2 നിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ്. ഒരു കാർ പോർച്ച്, അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സ് നമുക്ക് വരുന്നത് കിണർ വെള്ളമുണ്ട്, അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട്. നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നല്ല തേക്കിൻ്റെ നല്ല അടിപൊളി ഡോറ്. ഈ വീടിനൊരു 6 വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട്. പക്ഷേ വീട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വീട് തന്നെയാണ്. കയറുമ്പോൾ തന്നെ ഫോൾ സീലിംഗ് കൊടുത്ത് നന്നായി ഇത് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. 3 ഫേസ് ആണ് കറണ്ട് ലൈൻ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. TV യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്. വെർട്ടിഫൈഡ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഹാള് കഴിഞ്ഞ് നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് താഴെ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് താഴെയുള്ള ബെഡ്റൂം. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടിയിട്ട് അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂമാണ്. അത്യാവശ്യം സ്പേസുള്ള വാഷ്റൂം, അതുപോലെ തന്നെ ബെഡ്റൂം ഏരിയ ആണ് ഇത് കാണുന്നത്. താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മേലെയാണ് ബാക്കി 3 ബെഡ്റൂമും വരുന്നത്. ഇവിടെ നമുക്ക് നേരെ പോകുമ്പോൾ ഇവിടെ കിച്ചണിൻ്റെ ഏരിയ കാണാം. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ട് ഡോറ് കൊടുത്തിരിക്കുന്ന. റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഗേറ്റ് എൻട്രി ചെയ്യുന്നത് വടക്കുന്നാണ്. വീടിൻ്റെ ഡോറ് പക്ഷേ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിച്ചൺ. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. അത്യാവശ്യം സ്പേസുള്ള ഏരിയ തന്നെ. എല്ലാ കരികം 2.25 സെൻറ്റ് സ്ഥലത്ത് കംപ്ലീറ്റ് ആയി ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് വർക്ക് ഏരിയ എടുത്തിരിക്കുന്നത്. ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടുന്ന് കാണാം വെളിയിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് നമുക്ക് തുണി അലക്കി ഇടാനും എല്ലാത്തിനുള്ള സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, മനോഹരമായിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്. ചെറിയൊരു കിച്ചൺ ആണെങ്കിലും അതിന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം സ്പേസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് സ്പേസ് നമുക്ക് നേരെ മേളിലോട്ടാണ്. ഇവിടെ സ്റ്റെയർ കയറുന്ന വഴിക്കും ഇവിടെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂമിൻ്റെ മേലെയുള്ള സ്പേസ് ആണിത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ശരിക്കും കംപ്ലീറ്റ് സ്ഥലങ്ങളും അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറിയൊരു ഫാമിലി ലിവിങ് സ്പേസ് സൈസ് ഉണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ ഒരു കുട്ടികൾക്കുള്ള സ്റ്റഡി റൂം കണക്കിന് ഒരു ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ താഴത്തെ കിച്ചണിൻ്റെ ആ സ്പേസിനുള്ള ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണി സ്പേസ്. ഇവിടെ നമുക്ക് നേരെ കാണാം ഹൈവേ ആണല്ലേ. ഹൈവേ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ അടുത്തുള്ളത്.
2.25 സെൻറ്റ് സ്ഥലത്തിൽ മനോഹരമായിട്ട് 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടി. ഈ ഒരു ബാൽക്കണി, ഒരു ഓപ്പൺ ടെറസ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരെ കാണും. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതിനകത്ത് താഴത്തെ ഹാളിൻ്റെ അതേ സ്പേസിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ കബോർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ്സാണ്. എല്ലാം വുഡ് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണിത്. ഇതാണ് വീട്ടിലുള്ള ഏറ്റവും വലിയ ബെഡ്റൂം. താഴെയുള്ള ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുണ്ട്. ബാക്കി 2 അത്യാവശ്യം ചെറുതാണ്. ഇത് മേലെയുള്ള 3 ബെഡ്റൂമായിട്ട് കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണിത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അവിടെ റോഡ് ബാക്ക് സൈഡും റോഡാണുള്ളത്. കണ്ടോ, പഞ്ചായത്ത് റോഡ് ബാക്ക് സൈഡിൽ പോകുന്നുണ്ട്. ഹൈവേ ഫ്രണ്ടിലും കിട്ടുന്നുണ്ട്, ബാക്കിൽ അവിടെ നമുക്ക് റോഡും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉള്ളിലൂടെ തന്നെയാണ് ഏറ്റവും ടോപ്പിലേക്കുള്ള സ്റ്റെയറും കൊടുത്തിരിക്കുന്നത്. സെയിം അതേ സ്റ്റെയർ കേസ് മേലേക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടെറസ് ഏരിയ തന്നെ ഉണ്ട്. എല്ലാം ട്രസ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ചുറ്റും അടുത്തൊക്കെ വീടുകളാണ്. പിന്നെ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൊക്കെ. ഭാവിയിലേക്ക് നമുക്ക് കൊമേഴ്ഷ്യൽ യൂസേജ് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, കിണറ്റിലെ വെള്ളം, നല്ല വെള്ളമുള്ള ഒരു കിണറുമുണ്ട്. ഈ കിണറ്റിലെ വെള്ളം വന്നിട്ട് 2 വീട്ടുകാർക്കും, തൊട്ടടുത്ത വീടും ഈ വീടിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന രീതിയിലാണുള്ളത്. ഇവിടെ ബാക്ക് സൈഡിൽ നമുക്ക് റോഡ് കാണാം. ഈ സൈഡിൽ കനാൽ, വെള്ളം പോകുന്ന കനാലുണ്ട് സൈഡിൽ. അതിനോട് ചേർന്ന് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് സ്ഥലങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ പോകുമ്പോൾ നമുക്ക് ചുറ്റുവട്ടം നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് കാണാം. വീഡിയോൻ്റെ അവസാനം ചുറ്റുവട്ടം കൂടി നമുക്ക് നോക്കാം. ഇതല്ലേ, ഇഷ്ടംപോലെ വീടുകളും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളും ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ആയാലും മാർക്കറ്റുകളും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഓപ്പൺ വെല്ല്, ബോർ വെല്ല് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 67 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 9 കിലോമീറ്ററോളം ദൂരം വരും. അതുപോലെ തന്നെ KSRTC നോക്കുമ്പോൾ ഒരു 6.5 കിലോമീറ്ററേ വരുന്നുള്ളൂ. ലുലു മാളിലേക്ക് ഒരു 12 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ, ചെറിയ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും. സോ ഒരു പ്രോപ്പർട്ടി നമുക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണില്ല, ഇവിടെ ബോർവെൽ കൊടുത്തിരിക്കുന്നത്, ഇവിടെ സിറ്റിംഗ് ഏരിയ, നമുക്ക് ആ ഹാളിൻ്റെ വെളിയിലോട്ടുള്ള ഒരു എലിവേഷൻ കൊടുത്താണ്. സൈഡിലൂടെ ഈ ഒരു സ്പേസ് തന്നെ ഉള്ളൂ. കാരണം നമുക്കറിയാം 2.25 സെൻറ്റ് സ്ഥലത്തിനകത്ത് 4 ബെഡ്റൂമുകളിട്ട് ഇത്രയും സ്ഥലം യൂട്ടിലൈസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ചെറിയ സ്പേസുകളെ നമുക്ക് ചുറ്റുവട്ടം ഉണ്ടാവുള്ളൂ. ബാക്കിലും ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെയൊക്കെ തുണി അലക്കാനുള്ള കല്ലും കാര്യങ്ങളും അമ്മിക്കല്ലടക്കം എല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗേറ്റിൻ്റെ ബാക്ക് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കനാലിൻ്റെ വരമ്പാണ് കിട്ടുന്നത്. ഇപ്പോൾ തൽക്കാലം അവിടെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കും യൂസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അവിടെ എല്ലാവരും അടുത്ത വീട്ടുകാരൊക്കെ അവിടെ വാഴയൊക്കെ വെച്ച് അതിൻ്റെ ബാക്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് കൃഷിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 1/2 സെൻറ്റ് 1 സെൻറ്റിൻ്റെ അടുത്ത സ്ഥലം നമുക്ക് വേണമെങ്കിൽ കൃഷിക്കോ കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് അമ്പലമുണ്ട്, അതുപോലെ തന്നെ മസ്ജിദുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്, എല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളായാലും അടുത്ത് തന്നെ ഉണ്ട്. 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാം വരുന്നത്. 1 കിലോമീറ്റർ അല്ല, സൂപ്പർ മാർക്കറ്റ് നമുക്ക് കറക്റ്റ് ഒരു 100 മീറ്ററിനുള്ളിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും
ഒത്തിണങ്ങിയ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് പ്രോപ്പർട്ടി ഉള്ളത്. സ്കൂള്, കോളേജുകൾ, ബാങ്ക് എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഹൈവേ സൈഡിൽ 2.25 സെൻറ്റ് സ്ഥലത്തിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി. ബസ് പോകുന്ന കണ്ടില്ലേ, ഫ്രണ്ടിൽ, ഹൈവേ ഫ്രണ്ടിൽ. അപ്പോൾ ബോർവെല്ലുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ വെല്ല്. കിണർ നമുക്ക് നോക്കി അറിയാം, അത്യാവശ്യം നല്ല വെള്ളമുള്ള ഒരു കിണർ, അറ്റ വേനലും പറ്റാത്ത നല്ലൊരു കിണറാണ്. ഈ ഒരു ഹൈവേ സൈഡുള്ള ഈ സൂപ്പർ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 67 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.